നമ്മൾ വീണ്ടും മലപ്പുറത്തേക്ക് പോവുകയാണ്. അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കൂടുതൽ കടുക്കുകയാണ്. പോലീസ് പ്രവർത്തകരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും പൂജാരിയുമായ സുജിത്തിനെ മർദ്ദിച്ചതിൽ, അതിക്രൂരമായി മർദ്ദിച്ചതിൽ വ്യാപകമായി, സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധം ഉയരുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെയും ഭാഗത്ത് നിന്ന് SIയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച്. യൂത്ത് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷൻ അബിൻ വർക്കിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, പോലീസ് ബാരിക്കേഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് പ്രവർത്തകർക്ക് അങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി. പക്ഷേ മഴ പെയ്യുന്നുണ്ട്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ആ CCTV ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിയോട് ഇത്രയും മോശമായി പെരുമാറാൻ, അത്രയും ദൗർഭാഗ്യകരമായ ഒരു സംഭവമായിരുന്നു അത്. ആ രീതിയിലാണ് അതിക്രൂരമായി തല്ലി ചതച്ചിട്ടുള്ളത് ആ യുവാവിനെ. 2 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ആ യുവാവിന്, സുജിത്തിന്, ആ CCTV ദൃശ്യങ്ങൾ പോലും ലഭ്യമായത്. അപ്പോൾ CCTV ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും ഇത്രയും ക്രൂരമായ രീതിയിൽ തല്ലി ചതച്ചു. CCTV ഇല്ലാത്തിടത്തിലേക്ക് കൊണ്ടുപോയി മർദ്ദിച്ചു എന്നും സുജിത്തിന് പരാതിയുണ്ട്. എന്തായാലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്ന് വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. SIയുടെ ആ അതിക്രൂരമായി മർദ്ദിച്ച ആ SI, ആ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേരിനൊരു സ്ഥലം മാറ്റം മാത്രമാണ് അവർക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. അരുൺ അമൃത നമുക്കൊപ്പം ചേരുന്നുണ്ട്. അവിടെ നിന്ന് അരുൺ, പോലീസ് പ്രവർത്തകരെ തടയാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടെന്ന് തോന്നുന്നു പ്രതിഷേധ മാർച്ചിൽ. അത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വൻ പങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഒരു മാർച്ചിലേക്ക് എത്തിയത്. DCC പ്രസിഡന്റ് VS ജോയി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി തുടങ്ങിയ നേതാക്കൾ തന്നെ നേതൃത്വം നൽകിക്കൊണ്ടാണ് ഈ SI ന്യൂമാന്റെ വസതിയിലേക്ക് ഇത്തരമൊരു പ്രതിഷേധ പ്രകടനത്തിന് ആഹ്വാനം ചെയ്തത്. വലിയ രീതിയിൽ തടിച്ചുകൂടി പ്രവർത്തകരെത്തി. പോലീസ് ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു. മറിച്ച് ഈ വീട്ടിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമം നടത്തി. അത് പോലീസ് തടഞ്ഞു. പിന്നീട് ഈ പോക്കറ്റ് റോഡിലേക്ക് എത്തി പോലീസും പ്രവർത്തകരും തമ്മിൽ പലതവണ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും അതേ സാഹചര്യം തന്നെ നിലനിൽക്കുകയാണ്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ നിലനിൽക്കുന്നു. അതിലൊരു അയവ് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഏത് നിമിഷവും അത്തരത്തിലൊരു ഉന്തും തള്ളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പ്രവർത്തകർ പിൻവാങ്ങിയിട്ടില്ല. പ്രവർത്തകർ കൂടുതൽ സംഘടിച്ചെത്തി പോലീസിന് നേരെ ഈ ബാരിക്കേഡിന്റെ അടുത്തേക്ക് നീങ്ങുകയാണ്. പല പ്രവർത്തകർക്കും ഈ ലാത്തി ചാർജിലൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. പലതവണ പോലീസ് ലാത്തി വീശി. വീണ്ടും അതേപടി പ്രവർത്തകർ ആക്രമിച്ചെത്തുന്ന അല്ലെങ്കിൽ സംഘടിച്ചെത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അത്തരത്തിലൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. 2 DYSPമാരുടെ ഉൾപ്പെടെ നേതൃത്വത്തിലാണ് പോലീസിന്റെ വിന്യാസം. പോലീസ് സുരക്ഷാ വിന്യാസത്തിനെയും പലപ്പോഴും ഭേദിക്കാനുള്ള ഒരു ശ്രമം പ്രവർത്തകർ നടത്തുകയാണ്. പ്രവർത്തകരും പോലീസും തമ്മിൽ പലപ്പോഴായി ഏറ്റുമുട്ടൽ നടക്കുന്നു. അത് തുടർക്കഥയാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് വീണ്ടും ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഏത് നിമിഷവും അത്തരത്തിലൊരു സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. അതാ ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ വീണ്ടും അത്തരത്തിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു. DCC പ്രസിഡന്റ് VS ജോയും DYSPയും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു. അത്തരത്തിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ, യൂത്ത് കോൺഗ്രസിന്റെ ഉൾപ്പെടെ മുതിർന്ന പരിചയസമ്പന്നരായ നേതാക്കൾ ഉൾപ്പെടെ എന്താണ് ആർക്കെങ്കിലും അങ്ങനെ ചെയ്ത് കറകിൽ നടിക്കേണ്ട ആവശ്യം എന്താണ്? എന്താ പറ്റിയ ഫോണോ? മലപ്പുറത്ത് നിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് പ്രവർത്തകരുമായി സംസാരിക്കുന്നുണ്ട്, അവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വഴങ്ങുമോ എന്നറിയില്ല. അബിൻ വർക്കിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ മാർച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.